ഈ സിനിമ കാണുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ വില്ലൻ ആരാണ്, അല്ലെങ്കിൽ ഇതിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് ആ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെയായിരിക്കും വരിക. പക്ഷേ അതിൽ കൊണ്ടുവരേണ്ട കുറച്ച് ട്വിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചില സംഭവങ്ങൾ, അതൊന്നും ഇതിലുണ്ടാവില്ല. ആ, എന്താ സംഭവിച്ചെന്നറിയില്ല. എന്തായാലും നമ്മൾ ഷാജി കൈലാസിൻ്റെ പടം എന്ന് പറയുമ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻ വെച്ചൊന്നും ഈ സിനിമ കാണാൻ പോയിട്ട് കാര്യമില്ല. വരവ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് വരാം കേട്ടോ. 2026 നമ്മൾ എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും ഒട്ടും അപ്ഡേഷൻ ആവാത്ത ഒരു സിനിമ കണ്ടു പോകുന്ന ഒരു പ്രതീതിയാണ് ചിത്രം കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായത്. ചിത്രം ഷാജി കൈലാസിൻ്റെ മാസ്റ്റർ പീസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു വരവ്. പക്ഷേ എത്രത്തോളം അത് വർക്കായി എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. എനിക്ക് ചിത്രം ഒട്ടും വർക്കായില്ല. ഷാജി കൈലാസ് ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ ചിത്രത്തിലില്ല എന്ന് ആദ്യമേ പറയാം. ഒരു സംശയമില്ലാതെ പറയാം. ഇതിൻ്റെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട്, പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് പോയൊരു സിനിമയായിരുന്നു. ഷാജി കൈലാസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാസ് മസാല പടങ്ങളാണ്. അത്തരത്തിലുള്ളൊരു സംഭവമൊന്നും നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല. പക്ഷേ ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ഷൻ ഉണ്ട്. പക്ഷേ നമുക്കൊരു ഈ ഇടിയും സംഭവങ്ങളൊക്കെ വരും, നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു ഫീലില്ലേ, ആ ഫീലൊന്നും ഈ സിനിമ കാണുമ്പോൾ കിട്ടില്ല. പക്ഷേ ജോജു ജോർജിനോടുള്ള ഇഷ്ടം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനിൽ ഒരാളാണ് ജോജു ജോർജ്. ഒരുപാട് ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ടെക്നിക്കൽ പരമായിട്ടാണെങ്കിൽ, ക്യാമറയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ BGM ആണെങ്കിലും അതിലെ അഭിനേതാക്കളാണ്, ഈ ഒരു നിര തന്നെ ഈ വരവ് സിനിമയിലുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത്രയും ഉപയോഗപ്പെടുത്തേണ്ട സ്പേസ് ഉണ്ടായിട്ടും അതൊന്നും ഇതിലങ്ങ് കണ്ടില്ല. എനിക്ക് ഈ ചിത്രത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവസാന ഭാഗത്ത്, അതായത് ക്ലൈമാക്സിലുള്ള ഒരു അടിയാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഒരു സംശയമില്ലാതെ പറയാം. എന്തായാലും എല്ലാവരും ചിത്രം തിയേറ്ററിൽ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.